നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബർഗർ ബൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ വളരെ ബെറ്ററാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ബ്രെഡും ബണ്ണും ഒക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് 2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആ ഒരളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഈ ഒരളവിൽ മീഡിയം സൈസിലുള്ള ഒരു 8 ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് പാലെടുക്കണം. ഇളം ചൂടുള്ള പാൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, എങ്കിലാണ് ഈസ്റ്റ് നന്നായിട്ട് അതിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ 130 മില്ലി പാലാണ് എടുക്കുന്നത്. അതായത് 1/2 കപ്പ് പ്ലസ് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് വലിയ മുട്ട ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊടി ഒരു 3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഈ മാവിലേക്ക് ഇപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ട്. മാവിനെ ഒന്നുകൂടി റിച്ച് ആക്കാനും അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ബണ്ണ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിതിൽ മുട്ട ചേർക്കുന്നത്. ഇനി നിങ്ങൾ മുട്ട തീർത്തും കഴിക്കാത്ത ആളാണെങ്കിൽ മുട്ട നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 2.5 ടേബിൾ സ്പൂൺ പാല് എക്സ്ട്രാ ആയിട്ട് ചേർത്താൽ മതി. മാവ് മുഴുവൻ ഇതുപോലെ നനഞ്ഞു വന്നാൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് നല്ലപോലെ മാവ് കുഴച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം മാവ് ഒന്നുകൂടി നല്ല സ്മൂത്തായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർക്കാൻ. ബട്ടർ ചേർക്കുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇതിലേക്ക് കുഴയ്ക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും. കൂടുതലങ്ങ് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി ബട്ടർ അതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും. മാവ് നന്നായിട്ട് സ്മൂത്തായി വന്നോളൂ. ഇപ്പോൾ ഇവിടെ മാവ് നല്ല സ്മൂത്തായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതൊന്ന് ഡബിൾ സൈസായി വരുന്നത് വരെ ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് മാവ് ഇറക്കി വയ്ക്കാം. ഒന്ന് തിരിച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും എണ്ണയാകുന്ന പോലെ. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ഡബിൾ സൈസായി വരുന്നത് വരെ, ചിലപ്പോൾ 1 മണിക്കൂർ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരാം. അത്രയും നേരം നമുക്കത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് മാറ്റി വെച്ചത്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാവിലെ എയർ ഒന്ന് പുറത്തേക്ക് കളയണം. അപ്പം നന്നായിട്ടൊന്ന് അമർത്തി എയർ കളഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരു അല്പം പൊടി വിതറി കൊടുക്കാം. ഇതിലേക്ക് മാവ് വെച്ചിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പം പറഞ്ഞ പോലെ 8 പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള ബൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 പീസോ അല്ലെങ്കിൽ 5 പീസൊക്കെ ആയിട്ട് മുറിച്ചാൽ മതി. ഇനി ഇത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബണ്ണിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിയിലൊക്കെ നന്നായിട്ട് ജോയിൻ ആയി കിട്ടുന്നത് പോലെ മുകളിലൊക്കെ നല്ല സ്മൂത്തായി വരുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഷേപ്പ് ചെയ്തത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം
ഇതിങ്ങനെ വെച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്നുകൂടി പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പം ഒന്നുകൂടി ഡബിൾ സൈസായി വരുന്നത് വരെ നമുക്കിത് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഞാൻ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ അത് മാവിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാൻ നല്ലതാണ്. എന്നിട്ട് ഇത് ലൂസായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്താൽ മതി. ഞാൻ സാധാരണ 45 മിനിറ്റാണ് ഇത് വയ്ക്കാറുള്ളത്. ഇപ്പോൾ ഇതവിടെ ഒന്നുകൂടി വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടാനായിട്ട് എഗ് വാഷ് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ടയിലേക്ക് ഒരല്പം പാല് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. പാലല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ ബണ്ണിൻ്റെ മുകളിലേക്ക് സാവധാനം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല വേണമെന്ന്. ഇപ്പം ഇത് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ 22 മിനിറ്റ് ആ സമയം വരെയാണ് ഞാൻ ബേക്ക് ചെയ്യാറുള്ളത്. പിന്നെ ബേക്കിംഗ് ടൈം നമ്മുടെ അവൻ്റെ പ്രത്യേകത അനുസരിച്ച് വ്യത്യാസം വരാം. പിന്നെ ഇതുപോലെ ഒരു OTG ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. സ്റ്റൗ ടോപ്പിൽ നല്ല കളർ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ബ്രെഡും ബണ്ണുമൊക്കെ ബേക്ക് ചെയ്യാന്നുള്ളത് നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഓവനിൽ നിന്ന് പുറത്തെടുത്ത് തണുക്കുന്ന സമയത്ത് ഈ ട്രെയിൽ നിന്ന് മാറ്റി ഒരു വയറാക്കിൽ വെച്ച് തണുപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. ട്രെയിൽ തന്നെ ഈ പേപ്പറിൽ തന്നെ ഇരുന്നാൽ തണുക്കുമ്പോഴേക്കും ആ പേപ്പറൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അത് വിട്ട് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ച് കാണിക്കാം. അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രെഡും ബണ്ണുമൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അതിൽ ഈസ്റ്റിൻ്റെ സ്മെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ബേക്ക് ആവാത്ത ബ്രെഡിനാണ് ഈസ്റ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുക. പ്രോപ്പറായിട്ട് ബേക്ക് ആയാൽ അതിൽ ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.